നമ്മുടെ തൃശ്ശൂർ ശക്തനിൽ ഫ്ലവർ ഷോ നടക്കണത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അത് കഴിയാറായിട്ടോ. നമ്മളിതുവരേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ ഫ്ലവർ ഷോ കാണാൻ പോവാന്ന്. അങ്ങനെ നമ്മളും പോയിട്ട് അവിടെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ ചെന്ന് നിന്നപ്പോഴാണ് കേട്ടോ കണ്ടത് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് പൈസ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ തിരിച്ച് പോരേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് പേര് പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് തിരിച്ചു പോരുന്നതും ATM അന്വേഷിച്ച് നടക്കുന്നതും കണ്ടു. അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരുടെ അടുത്തത് ആദ്യം തന്നെ പറയുന്നത്. ഉള്ളിലേക്ക് കയറിനോടത്തുനിന്ന് തൊട്ടിട്ട് തന്നെ ഫ്ലവറുകൾ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇതുവരേക്ക് കാണാത്ത തരത്തിലുള്ള ഇലമുളച്ചികളും, അതായത് ഈ മുൾച്ചെടികളുണ്ടല്ലോ, ഇതിൻ്റെ കളക്ഷൻ കണ്ടത്. പിന്നെ നമ്മുടെ പൂക്കളും ഇലകൾ കൊണ്ടുള്ള ചെടികളും നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്ന ഈ റെഡ് കളറിലുള്ള ചെടിയില്ലേ, അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, ഒരു കൂട്ടം തന്നെ നിൽക്കുന്നത് കാണാൻ. വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മണ്ണുത്തി. മണ്ണുത്തിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ചെടികളും പൂക്കളും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി അധികം വാങ്ങിക്കാനൊന്നല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മണ്ണുത്തിക്ക് പോകാണ് കേട്ടോ എൻ്റെ മെയിൻ പരിപാടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ചെത്തിപ്പൂവും ഉണ്ട് കേട്ടോ. അതിൻ്റെയും 2 ഷെയ്ഡാണ്. നമ്മുടെ നാടനിൽ കാണുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ നല്ല ഇത്തിരി ഡാർക്കായിട്ടുള്ള റെഡുമാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവം നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ ദേ മോളെ ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ അവിടെ. അപ്പോൾ ആ സമയത്ത് ദേ ചെറിയ ആളും കൂടി വന്ന് നിൽക്കുന്നുണ്ട്. 2 പേര് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ സമയത്തേ ഞാൻ ചേട്ടനോട് പറഞ്ഞു കേട്ടോ എൻ്റെയും കൂടി ഫോട്ടോസ് എടുത്ത് തരാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൂക്കളുടെ ഇടയിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാണ്ട് എങ്ങനെയാണ് പോവാല്ലേ? അത്രയ്ക്ക് ഭംഗിയായിട്ടല്ലേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കണ്ട നേരത്തെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് നോക്കിയ ആൾ എൻ്റെ മക്കളാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓടക്കുഴൽ ഊതുന്ന കൃഷ്ണനും ഊഞ്ഞാലാടുന്ന കൃഷ്ണനും എല്ലാവരും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ചെറിയ ചെറിയ പ്ലാന്റുകളുടെ വേരിലാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്തേ ഇതിലെ ഓരോ ചെടികളും പൂക്കളും ഒക്കെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും പേര് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് അധികം ചെടികളുടെയും പേരൊന്നും അറിയില്ല. പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞ് കുറച്ച് ചെടികളുടെ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അത് നമ്മുടെ റോസും ചെത്തിയും മുല്ലയും അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഐറ്റംസിൻ്റെ പേരാണ് കേട്ടോ. അരളി അങ്ങനെയൊക്കെ അറിയാം, അല്ലാതെ ഒരുപാട് ചെടികളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. ഈ പൂക്കളുടെ കൂട്ടം കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ കണ്ട മിക്ക ചെടികളുടെയും ഇലകളുണ്ടല്ലോ ഏകദേശം ഒരേ മോഡൽ തന്നെയാണ് കേട്ടോ ഇലകൾ കാണുമ്പോൾ. ഈ പൂവ് കറക്റ്റ് ഒരു സീനിയ പൂവിൻ്റെ ഒക്കെ പോലെയുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷെ അതിൻ്റെ ഇലയും നേരത്തെ കാണിച്ച ചെടിയുടെ ഇലയും കണ്ടോ ഒക്കെ ഒരേ രീതിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി ജമന്തി കണ്ടു കേട്ടോ. അതിൻ്റെ പച്ച കളറ് ജമന്തി വരെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. നമ്മൾ സാധാരണ ജമന്തി പൂവ് കൊലകൊലയായിട്ടുണ്ടാവുന്ന അധികം ഇതള് കുറഞ്ഞ ടൈപ്പിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെണ്ടുമല്ലിപ്പൂ നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അതിലതിൻ്റെ കൂടെ മഞ്ഞയും പച്ചയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പച്ച കളർ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയായിരുന്നു. വെള്ളയും റോസും റെഡും ഇതൊക്കെ മോശമായിട്ടല്ല കേട്ടോ. അതിൽ വെറൈറ്റി ആയിട്ട് കണ്ടത് പച്ചയാണ്. അതുകൊണ്ട് തന്നെ പച്ചയോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നി. ഇപ്പം നമ്മൾ കാണുന്ന പൂവുണ്ടല്ലോ, ഇതാണ് കേട്ടോ അവിടുത്തെ മിക്ക ഭാഗങ്ങളിലും നല്ല കൂട്ടമായിട്ട് നിർത്തിയിട്ടുള്ളത്. അത് കാരണം തന്നെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ മുട്ട് കാണാനും. ഫോട്ടോസ് എടുക്കാനായിട്ടേ ഇവിടെ മയിലിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൂക്കൾ കൊണ്ട്. അതിൻ്റെ അടുത്താണ് കേട്ടോ എല്ലാവരും വന്ന് നിൽക്കണത്. കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ.
റോസാപ്പൂവിൻ്റെ കാര്യം ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അത്രയധികം കളറുകളാണ് കേട്ടോ റോസ്. അത് കളറ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ 2 ഷെയ്ഡ് വരുന്നതും 3 ഷെയ്ഡിൽ മിക്സായി വരുന്നതൊക്കെ ആയിട്ടുള്ള ഫ്ലവറുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അതും നല്ല കനം കുറഞ്ഞിട്ടുള്ള റോസും കനം കൂടി കട്ടതലായിട്ടുള്ള റോസുകൾ, അങ്ങനെ ഒരുപാട് റോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതും വലിയൊരു കൂട്ടം നിറച്ചായിരുന്നു റോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോസാപ്പൂ കണ്ടോട് കൂടിയിട്ടേ ഞാനവിടെ സ്റ്റെക്കായിട്ട് നിന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക്. എന്താന്ന് പറഞ്ഞാലേ ഏത് പൂവാ നോക്കണ്ടേന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എവിടെ പോയാലേ ഈ ചോളാപ്പൂരി കണ്ടിട്ടുണ്ടെങ്കിലേ ചേട്ടനും വിളിച്ച് പോയി ആളത് സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കൂട്ടമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഫ്ലവർ ഉണ്ടല്ലോ, അതിവിടെ ഒരു വഞ്ചി സെറ്റ് ചെയ്തിട്ട് അതിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. തൊട്ടടുത്ത് തന്നെ നല്ല കളറുകളുള്ള ചെമ്പരത്തികളും വെച്ചിട്ടുണ്ട്. കൂടെ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറിയ മക്കൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ മക്കളെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടിയുടെ ഉള്ളിൽ ഇരുത്തിയ പോലെ വെച്ചിട്ട്. നമ്മുടെ ഇവിടെ കാക്കപ്പൂ എന്നൊക്കെ വിളിക്കണ ഈ പൂവുണ്ടല്ലോ, അതിൻ്റെ 2 കളറാണ് കേട്ടോ കണ്ടത്. ഒരു നീലയും അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റും കളറാണ് കേട്ടോ കണ്ടത്. ചെണ്ടുമല്ലിപ്പൂ ഇല്ലാതെ എന്ത് ഫ്ലവർ ഷോയാലേ. അങ്ങനെ അവസാന ഭാഗത്ത് ചെണ്ടുമല്ലിപ്പൂവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിത്യകല്യാണി എന്ന് വിളിക്കുന്ന ഈ പ്ലാന്റിൻ്റെ ഒരുപാട് കളറുകളും കൂടിയിട്ട് ഇതിലുണ്ട് കേട്ടോ. ചെടികൾ എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് വിൽക്കാനുള്ള ചെടികളും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ഷോ കാണാൻ വന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. ഈ കാണുന്ന പോലെയുള്ള കുറേ കാര്യങ്ങളും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടെ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ നന്നായിട്ട് തന്നെയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടത്. ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറേ ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള ബാഗുകളും ചെരുപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കണ്ണ് മുഴുവനും മിഠായിലേക്കായിരുന്നു കേട്ടോ. അതും ഇപ്പോഴത്തെ മിഠായി ഒന്നല്ല കേട്ടോ, പഴയ മിഠായികൾ. അതായത് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ള മിഠായികളൊക്കെ അവിടെ കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2 മിഠായി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം കേട്ടോ ഏത് മിഠായിയാണ് വാങ്ങിച്ചതെന്ന്. അപ്പം നമ്മളത് കഴിഞ്ഞതേ പുറത്തേക്ക് കടന്നു കേട്ടോ. തൃശ്ശൂരാ വീടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മളത് ഇതിൻ്റെ താഴെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നേ വരയ്ക്ക് ഇതിൻ്റെ മേലെ കയറി കണ്ടിട്ടില്ല. വണ്ടി എടുക്കാനായിട്ട് ചെന്ന് നിന്നപ്പോഴാണ് കേട്ടോ ചേട്ടൻ പറയുന്നത് മേലേക്ക് കയറണമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് മേലേക്ക് കയറിയിട്ടുണ്ട്. മേലെ നിന്നിട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും എത്രത്തോളൂ. വീഡിയോ ബാക്കിയുള്ള വീഡിയോസൊക്കെ എൻ്റെ കൈ തട്ടി ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും.